അരിക്കൊമ്പ ഉണ്ടാ, ഇവനാണ് ഞങ്ങളുടെ വീട്ടിലെ അരിക്കൊമ്പൻ. അപ്പൊ ഇവനൊരു പ്രത്യേകത കേട്ടോ, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ ഇവൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ സാധാരണ അരിയൊക്കെ നിലത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കൂല. അരിക്കൊമ്പ എന്താ അരിക്കൊമ്പ എടാ, അരിക്കൊമ്പ എന്ന് വിളിക്കുമ്പോ അതായത് ഇങ്ങനെയാണ് വരും. ആളിത്തിരി ഒരു മുറുമുറുപ്പുള്ള ആളാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഒരു മൂളലാണ്. ഡാ അരിക്കൊമ്പ. അപ്പൊ അകത്തോട്ട് കയറണുണ്ട്, ആളകത്തോട്ട് കയറണ്ട്. അപ്പൊ എനിക്കൊന്നും എന്നെ കണ്ടതുകൊണ്ടാണ് ആളിങ്ങനെ പതുങ്ങി നിക്കണത്. കണ്ട അപ്പൊ ആ ചുറ്റൊക്കെ നോക്കണുണ്ട് ആള്, ആരെങ്കിലും മന്നെന്നൊക്കെയുള്ള നോട്ടമാണത്. ഞാൻ അടുത്ത പരിപാടി അവിടെ ഒരു അരിച്ചാക്കിൽ ഇത്തിരി അരിയുണ്ട്. അപ്പം അത് കഴിക്കാനുള്ള വരവാണ് ഈ കാണുന്നത്. അപ്പം ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ അരിക്കൊമ്പ്. ഉണ്ടാ, അരി നമ്മൾ നിലത്തിട്ട് കൊടുത്താലൊന്നും കഴിക്കൂല കേട്ടോ ആള്. ഒന്നല്ലെങ്കിൽ കയ്യിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ വന്ന് കഴിക്കും. ഇതാണ് ഇയാളുടെ പരിപാടി. നമുക്ക് കൈയോടെ പിടിക്കുക ഇയാളെ. എടാ അരിക്കൊമ്പ, ഇതാണോ നിന്റെ പരിപാടി? നിലത്തിട്ട് കൊടുത്താലൊന്നും അവൻ കഴിക്കൂല അരി. ഇതാണ് നിന്റെ പരിപാടി? അരിത്തീറ്റ. പോയടാ പോടാ 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 പോടത്തോട്ട് ഓട ഓട ഓട. നിലത്തിട്ട് കൊടുത്താലും വേണ്ടവനി, നിലത്തിട്ട് കൊടുത്താലേ വേണ്ടെന്നാ. കൈ കാണിച്ച കയ്യിൽ നിന്ന് ഇങ്ങനെ കൊത്തിത്തിന്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ അരിക്കൊമ്പൻ. അഞ്ഞ പോയിക്കോടാ, മതി പോയിക്കോ. ഓക്കെ, ഇനി നടന്നോടാ.